അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മമ്പാട് വോഡൈക്കർ ലിവർലാൻഡ് പാർക്കിലാണ് കേട്ടോ നിൽക്കുന്നത് ഗൈസ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ എത്തിൻ്റെ സന്തോഷമാണ് കേട്ടോ ഗൈസ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത്, ചെറിയൾക്ക് പൈസ വേണ്ടായിരുന്നു, വലിയവർക്കായിരുന്നു കേട്ടോ പൈസ വേണ്ടത്. അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത് വന്നു. ഇതിനുള്ളിലേക്ക് കയറാൻ വലിയവർക്ക് 10 രൂപയായിരുന്നു കേട്ടോ വേണ്ടത്. അങ്ങനെ ഞാൻ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി ഇങ്ങനെ പോയിട്ടോ ഗൈസ്. അങ്ങനെ കയറി പോയപ്പോഴാണ് ഗൈസ് ഇവിടെ കുറേ കുട്ടികൾ ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പുറത്തേക്കൊക്കെ നോക്കിയിട്ടോ ഗൈസ്. ഇവിടെ ചെറിയ കുട്ടിക്ക് പറ്റിയ ഒരുപാട് റൈഡ്സ് ആണല്ലായിരുന്നു. ഇപ്പുറഭാഗത്ത് ഒരു കുളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അവിടെ കുറേ നേരം നോക്കി നിട്ടോ ഗൈസ്. അങ്ങനെ ഇപ്പുറഭാഗത്ത് കാണുന്നത് ചെറിയ കുട്ടികൾക്ക് പറ്റിയ റൈഡ്സാളായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ ഒരുപാട് കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ കാര്യമായിട്ട് വന്നിട്ട് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ കാര്യമായിട്ട് കാണാനാണ് കേട്ടോ വന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ കസിൻസാളാണ് കേട്ടോ ഗൈസ്. ഓലി ഒരു യൂട്യൂബർ തന്നെയാണ് കേട്ടോ. ഓലെ ചാനലിൻ്റെ പേര് നൂറാസ് ഹിബാസ് വിത്ത് റംസാൻ എന്നാണ്. പിന്നെ ഞങ്ങൾ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണ് കേട്ടോ. എൻ്റെ അമ്മമാർക്കാണ് ഭയങ്കര പേടിയാണ് കേട്ടോ ഗൈസ് എല്ലാ ജീവാളി ഇതിനൊക്കെ കണ്ടാലൊക്കെ. പിന്നെ ഞാനങ്ങനെ എൻ്റെ അമ്മാനെ കൂട്ടി കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഫിഷിൻ്റെ കുളം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈക്ക് നോക്കി കുറേ നേരം നിന്നിട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടുണ്ടായിരുന്നു. ഡോറിൻ്റെ അപ്പുറത്തായിട്ട് വയ്ക്കണ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ആകെ പേടിച്ചതിനെ കണ്ടപ്പം ഗൈസ്. പിന്നെ ഇഗ്വാൻ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതിനൊക്കെ കണ്ട് ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മളെ സ്നേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആഫ്രിക്കൻ സ്നേക്കായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ കുറേ ഹാംസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെ കുറേ നേരം അധികം നോക്കിയില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ നോക്കി, എടുത്തേക്കൊന്നും പോവാതെ കുറച്ച് തൊട്ടപ്പുറത്ത് നിന്നിട്ട് നോക്കി കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അല്ലേ, പനികളൊക്കെ അല്ലേ ഗൈസ്. അതുകൊണ്ട് ഞാൻ അധികം നിന്നിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. എൻ്റെ കണ്ണിൽ പക്ഷേ അധികം കണ്ടത് ഹാംസ്റ്ററിനെയാണ് കേട്ടോ ഗൈസ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഗൈസിൻ്റെ ഫാമിലി മൊത്തം ലവ് ബേർഡ്സിന് തീറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാനും അടക്കട്ടോ വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. മുമ്പ് വന്ന ആൾക്കാർ ഇതേമാർക്ക് ചെയ്ത പോലെ ലവ് ബേർഡ്സിൻ്റെ വാല് പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പേടിയിലാണ് കേട്ടോ പറഞ്ഞത് ഇവിടുത്തെ കാക്ക. അങ്ങനെ അവിടുത്തെ കാക്ക ആഫ്രിക്കൻ പാമ്പിനടുത്താണ്ട് ആർക്കെ കൈക്ക് വേണ്ടിയത് പറഞ്ഞിങ്ങനെ പോകണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കാക്കാക്ക് ഭയങ്കര പേടിയായിട്ടോ ഗൈസ്. അങ്ങനെ ഓൻ്റെ കൈറ്റിലിടാൻ വേണ്ടി നോക്കി. ഓനക്ക് പറ്റണില്ല കേട്ടോ, ഭയങ്കര പേടിയാവുകൊണ്ട് ഓൻ മാറിട്ടോ ഗൈസ്. എൻ്റെ അമ്മാൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ ഗൈസ്. ഓനക്ക് പാമ്പിനെ വെച്ചപ്പോൾ ഓനക്ക് അധികം പേടിയില്ലായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ കുറച്ച് ഇങ്ങനെ മേത്തിങ്ങനെ അധികം ഇതായപ്പം ഭയങ്കര പേടിയായിട്ടോ ഗൈസ്. അങ്ങനെ ഓങ്ങനെ വട്ടം കറങ്ങുമ്പോൾ സ്നേക്കും വട്ടം ഇങ്ങനെ കറങ്ങണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഓന് കുറച്ച് ഇപ്പോൾ എടുക്കുക പറഞ്ഞിട്ടോ ഗൈസ്. ഇപ്പം കാണുന്നില്ലേ ഓൻ പറയുന്നത്. അങ്ങനെ പിന്നെ ഓന് പാമ്പിനൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പഞ്ചവർണ്ണത്തത്തിനെ കൊഞ്ചിച്ചാനാട്ടോ പോയത്. അങ്ങനെ അതിനെ കൊഞ്ചിച്ചിട്ട് എനിക്ക് പറ്റിക്ക് ഇഷ്ടപ്പെട്ടോ. ഇതിൻ്റെ മേമ കേട്ടോ ഗൈസ്. ഞങ്ങൾ കുറേ നേരം ഫോട്ടോസ് വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ കാക്ക് പഞ്ചവർണ്ണത്തത്തിനെ പിടിച്ചിട്ടോ ഗൈസ്. അപ്പം അങ്ങനെ ഓനക്ക് പഞ്ചവർണ്ണത്തത്തിനെ പിടിച്ചാൽ പേടില്ലാണ് പോൻ അങ്ങനെ വെച്ച്. അത് കേട്ടിൻ്റെ ആൻറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പാർക്കിലേക്ക്. ഞാൻ പാടുന്നത് ഊഞ്ഞാലിലാണ് കേട്ടോ. വലിയവർക്കില്ല ഊഞ്ഞാലായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാനങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെല്ലിക്ക ഉണ്ടോ ഞാൻ വാങ്ങിയത്, ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.